ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ സെപ്റ്റംബർ 24-ാം തീയതി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡിയിലെ 51 മുതൽ 75 വരെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 51-ാമത്തെ ക്വസ്റ്റ്യനാണ് ലീസ്റ്റ് വാല്യൂ ഓഫ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ ബിയറിംഗ്, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ ഷിയർ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഷിയർ വാല്യൂ, ഓപ്ഷൻ ബി ഗേജ് വാല്യൂ, ഓപ്ഷൻ സി ബോൾട്ട് വാല്യൂ, ഓപ്ഷൻ ഡി എഡ്ജ് വാല്യൂ. മിനിമം ഓഫ് ഷിയറിംഗ് സ്ട്രെങ്ത് ആൻഡ് ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് എ ബോൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ബോൾട്ട് വാല്യൂ ആണ്. ഓക്കെ. 52-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ മെമ്പർ ഓഫ് എ റൂഫ് ട്രസ് സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ് ആൻഡ് റെസ്റ്റ് ഓൺ റാഫ്റ്റേഴ്സ് ആർ നോൺ ആസ്. മെമ്പർ എന്ന് പറയുന്നത് റൂഫിലെ മെമ്പർ ട്രാൻസ്വേഴ്സ് ലോഡ് സബ്ജക്റ്റ് ചെയ്യുന്നതും റാഫ്റ്ററിൽ റെസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള മെമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്ലീറ്റ്, ഓപ്ഷൻ ബി റാഫ്റ്റർ, ഓപ്ഷൻ സി ടൈബീം, ഓപ്ഷൻ ഡി പർലിൻ. ആൻസർ എന്ന് പറയുന്നത് പർലിൻ ആണ്. റൂഫ് ട്രസ്സിൽ റാഫ്റ്ററിൽ റെസ്റ്റ് ചെയ്യുന്ന മെമ്പറാണ് പർലിൻ. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. റാഫ്റ്റർ എന്ന് പറയുന്നത് വേണമെങ്കിൽ കോമൺ റാഫ്റ്റർ വരാം, പ്രിൻസിപ്പൽ റാഫ്റ്ററും വരാം. ഈ കേസിൽ നമ്മൾ സ്റ്റീലിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ റാഫ്റ്ററായിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഓപ്ഷൻ ഡി മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അതായത് പർലിനാണ് ട്രാൻസ്വേഴ്സ് ലോഡ് ക്യാരി ചെയ്യുന്ന മെമ്പർ. ഓപ്ഷൻ എ ക്ലീറ്റ് എന്ന് പറയുന്നത് പർലിനെ റാഫ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന മെമ്പറാണ് ക്ലീറ്റ്. ഓക്കെ. 53-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടു മിനിമൈസ് വിൻഡ് ഫോഴ്സ് ഓൺ റൂഫ് ദ സ്ലോപ്പ് ഓഫ് റൂഫ് ഇൻ ഡിഗ്രീസ് ഷുഡ് നോട്ട് എക്സീഡ്. ഓപ്ഷൻ എ 30 ഡിഗ്രി, ഓപ്ഷൻ ബി 25 ഡിഗ്രി, ഓപ്ഷൻ സി 27 ഡിഗ്രി, ഓപ്ഷൻ ഡി 32 ഡിഗ്രി. ആൻസർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അതായത് വിൻഡ് ഫോഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി സ്ലോപ്പ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയെക്കാട്ടി കൂടാൻ പാടില്ല. അടുത്ത 54-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ആക്സിയൽ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഹോമോജീനിയസ് മെറ്റീരിയൽ. ലാറ്ററൽ സ്ട്രെയിൻ ടു ആക്സിയൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പോയ്സൺസ് റേഷ്യോ, ഓപ്ഷൻ ബി ഷിയർ മോഡുലസ്, ഓപ്ഷൻ സി ബൾക്ക് മോഡുലസ്, ഓപ്ഷൻ ഡി യങ്സ് മോഡുലസ്. ആൻസർ എന്ന് പറയുന്നത് പോയ്സൺസ് റേഷ്യോ ആണ്. പോയ്സൺസ് റേഷ്യോ ആണ് റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ആക്സിയൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ. ഷിയർ മോഡുലസ് എന്താണെന്ന് നമുക്കറിയാം. റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് ഷിയർ മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ ആണ് ബൾക്ക് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ടു ഡയറക്റ്റ് സ്ട്രെയിൻ ആയിരിക്കും. ഓക്കെ. 55-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ മാക്സിമം എനർജി സ്റ്റോർഡ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ റെസിലിയൻസ്, ഓപ്ഷൻ ബി ബൾക്ക് റെസിലിയൻസ്, ഓപ്ഷൻ സി പ്രൂഫ് റെസിലിയൻസ്, ഓപ്ഷൻ ഡി മോഡുലസ് ഓഫ് റെസിലിയൻസ്. സിംപ്ലി എനർജി സ്റ്റോർഡ് ഇൻ എ മെറ്റീരിയൽ എന്ന് പറയുന്നത് റെസിലിയൻസ് ആണ്. ഇവിടുത്തെ ചോദിച്ചേക്കുന്നത് മാക്സിമം എനർജി സ്റ്റോർഡ് ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പ്രൂഫ് റെസിലിയൻസ് ആണ്. ഓക്കെ. പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം ആണ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. 56-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ പെർമിയബിൾ ഫോർമേഷൻ ഹാവിംഗ് സ്ട്രക്ചർ വിച്ച് പെർമിറ്റ് അപ്രീഷിയബിൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു മൂവ് ത്രൂ ദം അണ്ടർ ഓർഡിനറി ഫീൽഡ് കണ്ടീഷൻ. ഓപ്ഷൻ എ അക്യുക്ലൂഡ്, ഓപ്ഷൻ ബി അക്യുഫ്യൂജ്, ഓപ്ഷൻ സി സ്പെസിഫിക് ഈൽഡ്, ഓപ്ഷൻ ഡി അക്യുഫർ. ആൻസർ എന്ന് പറയുന്നത് അക്യുഫർ ആണ്. അക്യുഫർ എന്ന് പറയുന്നത് ഒരു പെർമിയബിൾ മെമ്പർ വിച്ച് ട്രാൻസ്മിറ്റ് ആൻഡ് കണ്ടെയ്ൻ വാട്ടർ. ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും കണ്ടെയ്ൻ ചെയ്യുകയും ചെയ്യുന്നതാണ് അക്യുഫർ. അക്യുക്ലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് എന്ന് ഓർത്താൽ മതി. ക്ലേ ആണ് അക്യുക്ലൂഡ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ അത് ഓർത്ത് കഴിഞ്ഞാൽ ക്ലേയിൽ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല വെള്ളം, പകരം അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ക്ലേയിൽ നിന്ന് നമുക്ക് വെള്ളം അക്വയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അക്യുഫ്യൂജ് ആണെങ്കിൽ അതിൽ വാട്ടർ കണ്ടെയ്ൻ ചെയ്യത്തുമില്ല ട്രാൻസ്മിറ്റ് ചെയ്യത്തുമില്ല. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് റോക്ക് പറയുകയാണെങ്കിൽ അക്യുഫ്യൂജ് ആണ്. റോക്കിനകത്ത് വെള്ളം കണ്ടെയ്ൻ ചെയ്യത്തുമില്ല, റോക്കിൽ കൂടി വെള്ളം പാസ് ചെയ്യത്തുമില്ല. ഓക്കെ. 57-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇറ്റ് ഈസ് ദ ഓവർഫ്ലോ പോർഷൻ ഓഫ് ഡാം ഓവർ വിച്ച് സർപ്ലസ് സർചാർജ് ഫ്ലോ ഫ്രം ദ റിസർവോയർ ടു ഡൗൺ സ്ട്രീം. അതായത് ഒരു ഡാമിലെ സർപ്ലസ് വാട്ടർ അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന വാട്ടർ ഡിസ്ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്പിൽവേ, ഓപ്ഷൻ ബി ഡൈവേർഷൻ ഹെഡ് വർക്ക്, ഓപ്ഷൻ സി വിയർ, ഓപ്ഷൻ ഡി റെഗുലേറ്റർ വർക്ക്. ആൻസർ എന്ന് പറയുന്നത് സ്പിൽവേ ആണ്. അതായത് എക്സസ് വാട്ടർ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സ്പിൽവേ. ബാക്കി ഓപ്ഷൻസ് ഡൈവേർഷൻ ഹെഡ് വർക്ക്, വിയർ ഇതെല്ലാം നമ്മൾ ഇറിഗേഷനിൽ ഡിസ്കസ് ചെയ്തതാണ്.
58ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ എംബാങ്ക്മെന്റ് പ്രൊട്ടക്റ്റഡ് ഓൺ ഓൾ സൈഡ്സ് ബൈ സ്റ്റോൺ ഓർ കോൺക്രീറ്റ് ബ്ലോക്ക് ബിൽറ്റ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് വിയർ സെപ്പറേഷൻ ഓഫ് ദ വിയർ ആൻഡ് ദ അണ്ടർ സ്ലൂയിസസ്. ഓപ്ഷൻ എ വിങ് വാൾ, ഓപ്ഷൻ ബി ബാരേജ്, ഓപ്ഷൻ സി ഗ്രോയിൻ, ഓപ്ഷൻ ഡി അബട്ട്മെന്റ്. പി എസ് സിയുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗ്രോയിൻ ആണ്. ബി സി പുന്മയുടെ ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് ഈ ഡെഫിനിഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് എംബാങ്ക്മെന്റ് പ്രൊട്ടക്റ്റഡ് ഓൺ ഓൾ സൈഡ്സ് ബൈ സ്റ്റോൺ ഓർ കോൺക്രീറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രോയിൻ ആണ്. ഓക്കെ. 59ാമത്തെ ക്വസ്റ്റ്യൻ ദ ക്രോപ്പ് വിച്ച് കനോട്ട് നോർമലി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ ആർ കോൾഡ്. ഇറിഗേഷൻ വാട്ടർ ഇല്ലാതെ വളരാൻ പറ്റാത്ത ക്രോപ്പിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വെറ്റ് ക്രോപ്പ്, ഓപ്ഷൻ ബി ഡ്രൈ ക്രോപ്സ്, ഓപ്ഷൻ സി പെരിനിയൽ ക്രോപ്സ്, ഓപ്ഷൻ ഡി സീസണൽ ക്രോപ്സ്. ആൻസർ എന്ന് പറയുന്നത് വെറ്റ് ക്രോപ്പ് ആണ്. അതായത് വെള്ളമില്ലാതെ വളരാൻ കഴിയത്തില്ല, ഇറിഗേഷൻ വാട്ടർ ഇല്ലാതെ വളരാൻ കഴിയാത്ത ക്രോപ്പാണ് വെറ്റ് ക്രോപ്പ്. ഡ്രൈ ക്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിഗേഷൻ വാട്ടർ ഇല്ലാതെയും വളരും. ഓക്കെ. പെരിനിയൽ ക്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിഗേഷൻ വാട്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഇയർ ഫലം നമുക്ക് കിട്ടും. ആ ഒരു ക്രോപ്പിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടും. വെള്ളം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നതാണ് പെരിനിയൽ ക്രോപ്പ്. 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഇറിഗേറ്റഡ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂസ്ഡ് ഈസ് എക്സ്പ്രസ്ഡ് ആസ്. ഓപ്ഷൻ എ ഡ്യൂട്ടി, ഓപ്ഷൻ ബി ഡെൽറ്റ, ഓപ്ഷൻ സി ബേസ് പീരീഡ്, ഓപ്ഷൻ ഡി ക്രോപ്പ് പീരീഡ്. ഇതിൽ ഏരിയയും ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത് ഓപ്ഷൻ എ ഡ്യൂട്ടി ആണ്. ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഏരിയ ഇറിഗേറ്റഡ് യൂസിങ് 1 മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് 1 ക്യൂബിക് വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഏരിയ നമുക്ക് ഈ പറയുന്ന കണക്ക് ഡ്രെയിൻ ചെയ്യാം അല്ലെങ്കിൽ വെള്ളം നനയ്ക്കാൻ പറ്റുന്നു, ആ ഒരു ഏരിയ, ആ ഒരു റിലേഷൻ പറയുന്നതാണ് ഡ്യൂട്ടി. ബേസ് പീരീഡും ക്രോപ്പ് പീരീഡും നമ്മുടെ ടൈം പീരീഡ് ആണ്. ഓക്കെ. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫിക്സഡ് ബീം ഓഫ് സ്പാൻ എൽ ഈസ് ലോഡഡ് വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് ഡബ്ല്യു. ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെന്റർ വിൽ ബി. ഓപ്ഷൻ എ WL/8, ഓപ്ഷൻ ബി WL/16, ഓപ്ഷൻ സി WL/4, ഓപ്ഷൻ ഡി WL/6. ഇതിന്റെ ആൻസർ കാണാതെ പഠിച്ചോ. ഓപ്ഷൻ എ WL/8. 62ാമത്തെ ക്വസ്റ്റ്യനും ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ദ മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് കാൻഡിലിവർ ഓഫ് സ്പാൻ എൽ അണ്ടർ എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് W പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഗിവൺ ബൈ. ഓപ്ഷൻ എ WL/4/8EI, ഓപ്ഷൻ ബി WL/4/3EI, ഓപ്ഷൻ സി WL/4/2EI, ഓപ്ഷൻ ഡി WL/4/4EI. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ WL/4/8EI ആണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ടെൻഡൻസി ഓഫ് എ മെറ്റീരിയൽ ടു ഫ്രാക്ചർ വിത്തൗട്ട് അപ്രീഷിയബിൾ ഡീഫോമേഷൻ ഈസ് കോൾഡ്. വിത്തൗട്ട് അപ്രീഷിയബിൾ ഡീഫോമേഷൻ ഒന്നും കാണാതെ തന്നെ ഒരു മെറ്റീരിയൽ പൊട്ടാൻ അല്ലെങ്കിൽ ഫ്രാക്ചർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടെൻഡൻസിയാണ് എന്ത് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡക്റ്റിലിറ്റി, ഓപ്ഷൻ ബി മാലിബിലിറ്റി, ഓപ്ഷൻ സി ടഫ്നെസ്, ഓപ്ഷൻ ഡി ബ്രിട്ടിൽനെസ്. ആൻസർ എന്ന് പറയുന്നത് ബ്രിട്ടിൽനെസ് ആണ്, ഓപ്ഷൻ ഡി. 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വെൻ ദ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ദ പോയിന്റ് ത്രൂ വിച്ച് ദ റിസൾട്ടൻറ്റ് പ്രഷർ ആക്ട് ഈസ് നോൺ ആസ്. ഒരു ബോഡി നമ്മൾ വെള്ളത്തിൽ ഫുള്ളി ഇമേഴ്സ്ഡ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് പ്രഷർ, വെള്ളം ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആ പ്രഷർ, അതിൻ്റെ റിസൾട്ടൻറ്റ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റിന് എന്ത് വിളിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടോട്ടൽ പ്രഷർ, ഓപ്ഷൻ ബി സെൻറ്റർ ഓഫ് പ്രഷർ, ഓപ്ഷൻ സി ഗേജ് പ്രഷർ, ഓപ്ഷൻ ഡി അബ്സല്യൂട്ട് പ്രഷർ. ഈ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി സെൻറ്റർ ഓഫ് പ്രഷർ. 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ ഫ്ലോ ഇൻ വിച്ച് ദ വെലോസിറ്റി ഓഫ് ലിക്വിഡ് പാർട്ടിക്കിൾസ് അറ്റ് ആൾ സെക്ഷൻ ഓഫ് പൈപ്പ് ഓർ ചാനൽ ആർ ഈക്വൽ ഈസ് കോൾഡ്. ഓപ്ഷൻ എ യൂണിഫോം ഫ്ലോ, ഓപ്ഷൻ ബി സ്റ്റഡി ഫ്ലോ, ഓപ്ഷൻ സി സ്ട്രീം ലൈൻ ഫ്ലോ, ഓപ്ഷൻ ഡി കംപ്രസിബിൾ ഫ്ലോ. അതായത് ഒരു സെക്ഷൻ, ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണെങ്കിൽ, അതായത് വെലോസിറ്റി, സ്പീഡ്, എന്തെങ്കിലും ഫ്ലൂയിഡ് പ്രോപ്പർട്ടി സെയിം ആണെങ്കിൽ ആ ഒരു ഫ്ലോയിനെ എന്ത് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ യൂണിഫോം ഫ്ലോ ആണ് ആൻസർ. 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇറ്റ് ഈസ് എ സേഫ്റ്റി ഐലൻഡ് ആൻഡ് സെർവ്സ് ദ ഡ്യുവൽ പർപ്പസ് ഓഫ് അഫോർഡിംഗ് പ്രൊട്ടക്ഷൻ ടു ദ പെഡസ്ട്രിയൻസ് ആൻഡ് സെഗ്രിഗേറ്റിംഗ് ദ ട്രാഫിക് ഇൻ ടു ദ പ്രോപ്പർ ചാനൽ. ഡ്യുവൽ പർപ്പസ് സെർവ് ചെയ്യുന്ന, അതായത് പെഡസ്ട്രിയൻസിനെ സെർവ് ചെയ്യുകയും ചെയ്യണം, അതായത് ട്രാഫിക്
പ്രോപ്പർ ചാനൽ വഴി നടത്തുകയും ചെയ്യുന്ന ആ ഒരു ഐലൻഡിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റെഫ്യൂജ് ഐലൻഡ്, ഓപ്ഷൻ ബി ട്രാഫിക് ഐലൻഡ്, ഓപ്ഷൻ സി ടർബൈൻ ഐലൻഡ്, ഓപ്ഷൻ ഡി മൾട്ടിപ്പിൾ ജംഗ്ഷൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റെഫ്യൂജ് ഐലൻഡ് ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചലഞ്ച് ചെയ്ത കൂട്ടത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ദ പേയ്മെന്റ് വിച്ച് ക്യാൻ റെസിസ്റ്റ് ടെൻസൈൽ സ്ട്രെസ്സസ് ആൻഡ് ഹാവിങ് വെരി ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ അണ്ടർ വീൽ ലോഡ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റും വരാം, അല്ലെങ്കിൽ റിജിഡ് പേയ്മെൻറ്റും വരാം. അതായത് ടെൻസൈൽ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യുകയും വേണം, അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. കൂടാതെ ഡിഫോർമേഷൻ വെരി ലിറ്റിൽ ആയിരിക്കണമെങ്കിൽ അത് റിജിഡും ആവാം. സോ ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റെയിൽവേയിൽ നിന്നാണ്. ദ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഓഫ് റെയിൽ ഇൻ എ ട്രാക്ക് ഡ്യൂ ടു വേരിയസ് റീസൺ. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്രീപ്പിംഗ് ഓഫ് റെയിൽ, ഓപ്ഷൻ ബി ഡീറെയിൽമെൻറ്റ്, ഓപ്ഷൻ ഡി സി ലീഡ് റെയിൽസ്, ഓപ്ഷൻ ഡി ഹോഗ്ഡ് റെയിൽസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്രീപ്പിംഗ് ഓഫ് റെയിലാണ്. അതായത് ക്രീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഓഫ് ട്രാക്കാണ് അല്ലെങ്കിൽ റെയിലാണ്. ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ആ വീല് മൂവ് ചെയ്യുന്ന ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു റെയിലിൻ്റെ ലോഞ്ചിറ്റ്യൂഡൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസ് ഓഫ് ടു റെയിൽസ് ഫോമിംഗ് ദ ട്രാക്ക് അറ്റ് ദ ടോപ്പ് ഈസ് കോൾഡ്. ഇന്നർ ഫേസ്, റെയിലിൻ്റെ ഇന്നർ ഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗേജ്, ഓപ്ഷൻ ബി സ്ലീപ്പർ ഡെൻസിറ്റി, ഓപ്ഷൻ സി റെയിൽ ലെങ്ത്, ഓപ്ഷൻ ഡി പാക്കിംഗ് സ്പേസ്. ഗേജിൻ്റെ കറക്റ്റ് ഡെഫിനിഷനാണ്. അതായത് ഇന്നർ ഫേസ് തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച്മെൻറ്റ് ടു ഡൈവേർട്ട് ട്രെയിൻ ഫ്രം വൺ ട്രാക്ക് ടു അനദർ ഈസ് നോൺ ആസ്. ട്രെയിനിനെ ഒരു ട്രാക്കിൽ നിന്നും മറ്റൊരു ട്രാക്കിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ടേൺ ഔട്ട്, ഓപ്ഷൻ ബി ക്രോസിംഗ്, ഓപ്ഷൻ സി കർവ്സ്, ഓപ്ഷൻ ഡി സസ്പെൻഡഡ് ജോയിൻറ്റ്. ആൻസർ എന്ന് പറയുന്നത് ടേൺ ഔട്ട് ആണ്. പോയിന്റും ക്രോസിങ്ങും ചേർന്ന് വരുന്ന ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ടേൺ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സസ്പെൻഡഡ് ജോയിന്റ് എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ആണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫോമൽ അപ്രൂവൽ ബൈ ഡിപ്പാർട്ട്മെന്റൽ കൺസേൺഡ് ഓഫ് ദ പ്രോജക്റ്റ് പ്രൊപ്പോസൽ ഫോർ ഇൻക്വയറിംഗ് ദ എക്സ്പെൻഡിച്ചർ ഓൺ എ വർക്ക് ഇനിഷ്യേറ്റഡ് ഈസ് കോൾഡ്. ഫോമൽ അപ്രൂവൽ, ഡിപ്പാർട്ട്മെന്റൽ കൺസേണിൻ്റെ ഫോമൽ അപ്രൂവലിനെ എന്ത് വിളിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ആൻ ഐറ്റം ഓഫ് വർക്ക് ഫ്രം ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ലേബേഴ്സ് ആർ ആൻഡ് ദെയർ കോസ്റ്റ് ഈസ് കോൾഡ്. അതായത് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് നിന്നും ലേബേഴ്സിൽ നിന്നും ആ ഒരു വർക്കിൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ എന്ത് വിളിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അനാലിസിസ് ഓഫ് റേറ്റ് ആണ്. റേറ്റ് അനാലിസിസ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോർ ഇൻ ബിറ്റ്വീൻ വാൾസ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഓൾ റൂംസ് വരാന്താസ് പാസേജസ് കോറിഡോർസ് എക്സെട്ര ആർ നോൺ ആസ്. വാളിന് ഉള്ളിൽ വരുന്ന എല്ലാ മുറികളുടെയും വരാന്താസ് പാസേജസ് ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോറിനെ എന്ത് വിളിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാർപ്പറ്റ് ഏരിയ, ഓപ്ഷൻ ബി പ്ലിന്ത് ഏരിയ, ഓപ്ഷൻ സി ഫ്ലോർ ഏരിയ, ഓപ്ഷൻ ഡി സർക്കുലേഷൻ ഏരിയ. ആൻസർ എന്ന് പറയുന്നത് ഫ്ലോർ ഏരിയ ആണ്. അതായത് വാളിന് ഇൻസൈഡ് വരുന്ന ആ ഒരു ടോട്ടൽ ഫ്ലോറിൻ്റെ ഏരിയ ആണ് നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. ഈ പറയുന്ന കിച്ചണിലെയും ബാത്റൂമിൻ്റെയൊക്കെ ഏരിയ ഫ്ലോർ ഏരിയ മൈനസ് ചെയ്തിട്ട്, ഫ്ലോർ ഏരിയയിൽ നിന്ന് കിച്ചണിൻ്റെയും ബാത്റൂമിൻ്റെയൊക്കെ ഫ്ലോറിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ. അതായത് കാർപ്പറ്റ് ഇടുന്ന ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. കിച്ചണിലും ബാത്റൂമിലൊന്നും നമ്മൾ കാർപ്പറ്റ് ഇടാറില്ലല്ലോ, അതാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് പ്ലിന്ത് ലൈനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ പ്ലിന്ത് ലൈൻ കവർ ചെയ്യുന്ന ആ ടോട്ടൽ ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. അതായത് ഫ്ലോർ ഏരിയയുടെ കൂടെ വാൾ തിക്നെസ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് പ്ലിന്ത് ഏരിയ കിട്ടുന്നത്. സർക്കുലേഷൻ ഏരിയ പേര് പോലെ തന്നെ അറിയാം, നമുക്ക് സർക്കുലേഷൻ യൂസ് ചെയ്യുന്ന ഏരിയ ആണ് സർക്കുലേഷൻ ഏരിയ. 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 ക്യൂബിക് മീറ്റർ ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് വെയ്സ്. അതായത് 1 ക്യൂബിക് മീറ്റർ പോർട്ട്ലാൻഡ് സിമെന്റിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം 1440 ആണ് 1 മീറ്റർ ക്യൂബ് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ വെയിറ്റ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഡെൻസിറ്റി ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് പറയുന്നത് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയും. 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ്. ഒരു അസറ്റ് അല്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം, ഒരു ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയുടെ ഗ്രാജുവൽ റിഡക്ഷൻ വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ.
നമുക്കറിയാം ഡിപ്രീഷിയേഷൻ ആണ് ആൻസർ. ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ ദ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ ലൈഫ് അതിന് ഗ്രാജുവൽ റിഡക്ഷൻ വരുന്നതിനാണ് നമ്മൾ ഡിപ്രീഷിയേഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ആ ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.